ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു മാച്ച് ഉണ്ട്, ഡിവിഷൻ മാച്ച്. നീലശ്വരത്താണ് മാച്ച്. അപ്പോൾ അതിൻ്റെ വിശേഷം ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് 4 മണിക്കാണ് നമുക്ക് മാച്ച്. അപ്പോൾ ഫസ്റ്റത്തെ പണി വെച്ചാൽ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഒരാളാണ്. അപ്പോൾ കുളിച്ചിട്ട് വരാം. അപ്പോൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഉള്ളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചിലയായിട്ട്. അപ്പോൾ ഇതിനകത്ത് പണി വെച്ചാൽ എനിക്ക് കിറ്റ് എല്ലാം റെഡി ആക്കാണ്ട് ഇത് ലോ സൈഡ് കിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കിറ്റെല്ലാം റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ സോക്സ്, ഷോർട്സ്, ജേഴ്സി ഇതെല്ലാം ഒരു കള്ളിയിലുള്ളത് എടുക്കാൻ പണിയുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ടെല്ലാം വെച്ച് അങ്ങനെ പോരേ നല്ല കീഞ്ഞി. അങ്ങനെ കാസർഗോഡേക്ക് 2 മണിക്കാണ് റിപ്പോർട്ടിങ് ടൈം. അങ്ങനെ ബസ്സിലെല്ലാം കയറി കാസർഗോഡേക്ക് എത്തി. ഞങ്ങൾ ചിപ്പാതെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലത്തെ എല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബസ് വന്ന് അപ്പോൾ ബസ്സിൽ കയറി എല്ലാവരും കയറി. അങ്ങനെ ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ അവിടെ എത്തോളം ഇങ്ങനെ തള്ളിയിട്ട് എന്തെല്ലാം കഥ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ നമുക്ക് കുറച്ച് ദൂരം എത്തിയിട്ട് നമുക്ക് പള്ളിയിൽ സ്റ്റോപ്പാക്കി അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തി. നമ്മൾ EMS സ്റ്റേഡിയത്തിലാണ് കളി, നീലേശ്വരം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു. പുത്തൂരൻസും റെഡ് സ്റ്റാർ പേരിയായിരുന്നു മാച്ച്. അങ്ങനെ റെഡ് സ്റ്റാർ പേരിയ 5-1 പുത്തൂരൻസിൻ്റെ തോൽപ്പിച്ചു. അപ്പോൾ സെക്കൻഡ് മാച്ച് നമ്മളതാണ്, നാഷണൽ കാസർഗോഡും EKNR കളി. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഥയെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ വാമപ്പ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മാച്ച് തുടങ്ങി. മാച്ചും കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. പക്ഷേ 2-1 നാഷണൽ കാസർഗോഡ് ജയിച്ചു. കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു, മാത്രം മുതലാക്കിയില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നേരെ പൊരുക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ ബസ്സിന് വെയിറ്റ് ആക്കുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. ബസ് വന്ന് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. പിന്നെ ബസ്സിൽ കുറച്ച് പാട്ട് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് ടൈമെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.